ഒന്ന് കൊളുത്തിയാൽ താനൊന്ന് റിലാക്സ്ഡ് ആവും. I am terribly sorry, Mr. Ravi. We will do everything possible. Mr. Philip will give you all the details. Thank you. മനസ്സിലാക്കിയിടത്തോളം ഒരു പ്രീ പ്ലാൻഡ് മർഡർ ആണെന്നതിൽ സംശയമില്ല. പക്ഷേ ആരാ എന്താ എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകളൊന്നും കിട്ടിയിട്ടില്ല സ്പോട്ടിൽ നിന്ന്. എനിവേ ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓൾറെഡി ഓൺ. വല്ലാത്തൊരു അടുപ്പമുണ്ടായിരുന്നു നിങ്ങളൊക്കെ തമ്മിലല്ലേ? അതെ, ഒന്നുമില്ലായിരുന്ന കാലത്ത് ഒരുപാട് സഹായിച്ച ആളാ എന്നെ രവിയൊക്കെ. മിസ്റ്റർ നായർ അമ്മു സ്വാമിനാഥനെ ബാംഗ്ലൂർ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ആൻഡ് യുവർ സിസ്റ്റർ ആലിസ്, ഇവരുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു ആ കുട്ടിയല്ലേ? വല്ലാത്തൊരു ഷോക്കിലാണ് അവർ. ഈ അവസ്ഥയിൽ കൊണ്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ചു. വെൽ രവി, തൽക്കാലം വേറെ ആരും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് രണ്ടാളുടെയും ബോഡി റിസീവ് ചെയ്യാൻ രവിയുടെ പേരാണ് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത്, ഒരു മകന്റെ സ്ഥാനത്ത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഓക്കെ, സീ യു ടുമോറോ അറ്റ് ദ ഹോസ്പിറ്റൽ. ഓക്കെ നായർ. ആഹാ, അപ്പൊ ഇത്രയും നേരം ഒറ്റയ്ക്ക് മാറിയെന്ന് കരയായിരുന്നു അച്ഛൻ്റെ പുന്നാരമോള് അല്ലടി? ബാംഗ്ലൂർ നെയ്യാർക്ക് ഞങ്ങൾ വിളിച്ചിരുന്നു. അമ്മ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് ഇങ്ങോട്ട് പുറപ്പെടുന്നു. വാട്ട് അബൌട്ട് യു? നാളെ തന്നെ തിരിച്ചു പോകണോ നിനക്ക്? ബാക്ക് ടു ഡൽഹി? വേണ്ട, ചെല്ലുന്നില്ലെന്ന് ഞാൻ മെസ്സേജ് കൊടുത്തു. നന്നായി. തൽക്കാലം നീയെങ്കിലും ഇവിടെ ഉള്ളത് വലിയൊരു ആശ്വാസമായിരിക്കും അമ്മോന്. ചന്ദ്രേട്ടാ, വൈകിക്കണ്ട. മോളെ അമ്മു, കണ്ടോളൻസസ് മോളെ, കണ്ടോളൻസസ്. കരയല്ലേ മോളെ, ഒക്കെ ഓരോരോ ദൈവഹിതം. അങ്ങനെ വിചാരിക്കുന്നു നമ്മൾ. കഷ്ടം. കേട്ടോ മോളെ, ഇന്നലെ കാലത്തും രണ്ടുപേരെ ചെന്ന് ജീവനോടെ കണ്ടതായിരുന്നു വിക്ടറങ്കിൾ, സാറിനെയും മോളുടെ അമ്മച്ചിയെയും. എന്തിന്? ഇന്നലെ കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് തമ്മിൽ പിരിയുമ്പോഴും എന്നോട് പറയായിരുന്നു സാറ്, വിക്ടറെ, ആരും ഒരു കമ്പനി ഇല്ലാതെ ഒറ്റക്കിരുന്ന് മടുത്തടോ. നേരമുണ്ടെങ്കിൽ നീ ഒരുത്തനെങ്കിലും വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങ്. ടി വിയിൽ മോളുടെ പ്രോഗ്രാം ഒരുമിച്ചിരുന്ന് കാണാം, എന്നിട്ട് ഒരുമിച്ചിരുന്ന് ഒരു ഡ്രിങ്ക് കഴിക്കാന്നൊക്കെ. പക്ഷെ ഉടയമ്പര അനുവദിച്ചില്ല മോളെ. അതെങ്ങനെ? നരകം പിടിക്കാനായിട്ട് അന്നേരം തന്നെ ഇവിടെ ഒടുക്കത്തെ കോൾ ത്രൂ ചെയ്ത് തന്നിട്ട് സംഭവം നടക്കുന്ന കൃത്യസമയത്ത് അബുദാബിയിൽ ഒരു മീറ്റിംഗ് ചെന്ന് മാട്ടിപ്പോയി മോളെ അങ്കിള്. ആ നേരത്ത് അങ്കിൾ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു മോളെ, സംഭവിക്കില്ലായിരുന്നു. വിക്ടർ പ്ലീസ്, ഷീ ഹാസ് ടു ഗോ. അതെ, അമ്മു മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെ വന്നതാ വിക്ടറും. കമോൺ ബെറ്റി, മാഡത്തിന് റിസീവ് ചെയ്യും. യൂസഫ്, ആ കുട്ടിയുടെ പെട്ടി പ്രമാണോട് തന്റെ കാറി കയറ്റി. ദേ അങ്കിള് കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, കേറിക്കോ. പോവാ. എന്താ പോണോ നിനക്ക്? അമ്മ നമ്മുടെ കൂടെ പോന്നോളൂ. അയ്യടി, അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ പോന്നോളും. പുല്ല്. അതെ, ഞാൻ ഒരുത്തരം കണ്ടിട്ടില്ല, ഒരു പുല്ലനെ കണ്ടിട്ടില്ല. സ്വാമിനാഥൻ സാറിന്റെ കൂടെ ചൊറിഞ്ഞും പറഞ്ഞും പറ്റിക്കൂടി നിന്നിട്ട് കൊടുക്കാം.
കൊലയോടെ വലിപ്പിച്ചോണ്ട് പോയ ഒരുപാട് പേരുണ്ട് ദുബായില്. കേട്ടോ മോളെ, എന്നിട്ടൊടുവിൽ കഷ്ടകാല സമയത്ത് ദേ ഈ വിക്ടർ ഒരുത്തനെ കൊണ്ടല്ലാതെ ഒരു വട്ട് സോഡയുടെ ഉപകാരം ഉണ്ടായിട്ടില്ല മോളുടെ അച്ഛന്. ഒരുത്തനെ കൊണ്ടും ഇവിടെ നിൽക്കുന്ന ഒരു പട്ടിയെ കൊണ്ടും. എടോ വിക്ടർ ഒന്നും മതിയാക്ക്. മാറിയിക്കണോ നായരെ. എന്നിട്ടിപ്പോ ദേ ചത്ത് കിടക്കുന്നവരുടെ ചവടുപ്പിക്കാൻ ആള്, ബോഡി ഒപ്പിട്ട് വാങ്ങാൻ ആള്, ദേ മോള് വന്നിറങ്ങുമ്പോ എഴുന്നള്ളിക്കാൻ ആള്, കണ്ണീര് തുടപ്പിക്കുന്നു, മിഞ്ഞാ പിടിപ്പിക്കുന്നു. ആഹാ എന്നാ പറ്റി സാറേ? ദേ പെങ്കൊച്ചു കയറി അങ്ങ് കൊഴുത്തുമുഴുത്തുള്ളൊന്ന് കണ്ടിട്ടായിരിക്കും സാറിപ്പോ ഒരുമാതിരി മിണുമിണാന്ന്. ആളറിഞ്ഞ് തരമറിഞ്ഞ് അവസരം അറിഞ്ഞ് വേണം സംസാരിക്കാൻ, കേട്ടോ? അമ്മോ, നീ എന്താ തനിച്ച്? ആലീസിനെ കൊണ്ട് വിളിക്കായിരുന്നില്ലേ ഒരു കൂട്ടിന്? ഒരുപാട് നേരം വരുന്ന ഇങ്ങനെ ആലോചിച്ച് പോയാല് പിന്നെ ഈ ലോകം മുഴുവൻ ഇങ്ങനെ ചുറ്റിലുണ്ടെങ്കിലും തനിച്ചായിപ്പോയി, ഒറ്റക്കായിപ്പോയി എന്നൊരു തോന്നൽ വന്നു പോകും നിനക്ക്. വാ നടക്ക്. എന്നിട്ടിന്ന് വക്കീൽ എന്താ പറഞ്ഞത് നീ ചെന്ന് കണ്ടപ്പോ? മരിക്കുന്നതിന്റെ അന്നും പറഞ്ഞിരുന്നു അച്ഛൻ വക്കീലിനോട് കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർത്ത് ബാക്കിയുള്ളത് മുഴുവൻ എന്റെയും വരമുദ്രയിലെ കുഞ്ഞുങ്ങളുടെയും പേരിൽ എഴുതി വെക്കണം. അച്ഛനും അമ്മയ്ക്കും ബാംഗ്ലൂരിലേക്ക് പോരണം, എന്റെയും കുട്ടികളുടെയും ഒപ്പം വന്ന് താമസിക്കണം എന്നൊക്കെ. പറയുന്നൊരു ടോണ് കേട്ടാ തോന്നും ഒരുപാട് മക്കളെ പെറ്റുകൂട്ടിയ ഒരു തള്ളച്ചിയാണ് നീന്ന്. മൊത്തം ലയബിലിറ്റീസ് എത്രയാണെന്നൊരു കണക്ക് തിട്ടപ്പെടുത്താൻ ചന്ദ്രേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഏറിയാൽ ഒരാഴ്ച. എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പണം എവിടെ നിന്ന് വരുന്നുവെന്ന് നീ അന്വേഷിക്കണ്ട. കടങ്ങൾ വീട്ടിട്ട് നിനക്ക് തിരിച്ചു പോകണം. ബാക്ക് ടു ബാംഗ്ലൂർ. പ്ലീസ്, അച്ഛന്റെ സ്ഥാനത്ത് രവിച്ചായനായിരുന്നെങ്കിൽ പഴയ സഹായങ്ങളുടെ കണക്ക് പറഞ്ഞിട്ട് എല്ലാം ഏറ്റെടുക്കാൻ സമ്മതിക്കുമായിരുന്നോ? മറ്റാരെങ്കിലും, എത്ര അടുപ്പമുള്ള ആളായാലും അഥവാ ആരെങ്കിലും വെച്ച് നീട്ടിയാൽ തന്നെ വാങ്ങുമായിരുന്നു രവിച്ചായൻ. അത് ഫൈറ്റ് ചെയ്യൂ അവസാനം വരെ. Until the end. എവിടുന്നോ എടുത്തു വളർത്തി ഇത്രയുമൊക്കെ സ്നേഹം തന്നിട്ടും എന്റെ ഡാൻസ് കരിയർ, പ്രോഗ്രാംസ്, അനാഥ കുട്ടികൾ, അങ്ങനെ ഓരോരോ പേരും പറഞ്ഞ് അച്ഛനും അമ്മയ്ക്കും കയ്യെത്താ ദൂരത്ത് തന്നെയായിരുന്നു ഞാൻ. പലപ്പോഴും കാണാഞ്ഞ് കണ്ണ് നിറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ പരാതി പറഞ്ഞിട്ടില്ല രണ്ടാളും ഒരിക്കലും. പക്ഷെ ഇന്നിപ്പോ മുമ്പ് ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത പോലെ തോന്നിപ്പോകുന്ന എനിക്ക് എല്ലാം ഏറ്റെടുക്കാൻ എനിക്കൊരു കടപ്പാടുണ്ട് അവരോടെന്ന്. പ്ലീസ്, രവിച്ചായന്റെ പണമല്ല, സപ്പോർട്ട്, അത് മതി, അത് വേണം എനിക്ക്. തൽക്കാലം ബാംഗ്ലൂരിലെ വരമുദ്രയിലെ കാര്യങ്ങൾ നോക്കാൻ കൂടെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്. കുറച്ചു കാലത്തേക്കൊക്കെ they will manage. പിന്നെ പാവം കുട്ടികള്, അവരെന്നെ മിസ് ചെയ്യും, എനിക്ക് അവരെ മിസ് ചെയ്യും. പക്ഷെ ആലോചിച്ചിട്ട് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എനിക്ക്. ഇച്ചായ, ഇച്ചായ, ഏയ് എന്തു പറ്റി? ഇച്ചായൻ എന്താ ഭയങ്കര ഒരു ബലത്തില്? എവിടെ അമ്മു?
സോ ദാറ്റ്സ് ഇറ്റ്. അമ്മോനെ അന്വേഷിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന മട്ട് കണ്ടപ്പോഴേ വിചാരിച്ചതാ ഞാൻ, ഈ പുള്ളിക്കാരൻ ഇതിനെ ഇന്ന് കരയിച്ചിട്ട് അടങ്ങത്തുള്ളൂന്ന്. ഇറ്റ്സ് ടു ബാഡ്. ആലിസ്, തൽക്കാലം നീ ഡൽഹിക്ക് തിരിച്ചു പോകുന്നില്ല, കുറഞ്ഞത് 2 ആഴ്ചത്തേക്ക്. I'll tell you when to go back. ഇച്ചായ, അമ്മ ഇവിടെ ഉണ്ടാവും കുറച്ച് നാളത്തേക്ക് ഈ വീട്ടിൽ. രവിച്ചായ, ലുക്ക്, ഞാൻ നോ, ഡോണ്ട് സേ നോ. ഇച്ചായ, ഡോണ്ട് സേ നോ. ആ അമ്മു, ബാങ്കിലും പിന്നെ പലരുടെ കയ്യിലും ഒക്കെ ആയിട്ട് പെട്ടുകിടന്ന ഷെയർസും ഡോക്യുമെന്റ്സും ഒക്കെ ഇതില് തന്റെ അച്ഛന്റെ വക ഒക്കെ പണം അടച്ച് റിലീസ് ചെയ്യിക്കാൻ പറഞ്ഞിരുന്നു രവി. ഒറിജിനൽസ് ഒക്കെ വക്കീലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മുവിന്റെയും ബാംഗ്ലൂരിലെ കുട്ടികളുടെ പേരിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ട്. വാങ്ങിച്ചോളൂ.